ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സല്ലല്ലാഹു അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, സത്യവിശ്വാസികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലകളിലും പാലിച്ചുകൊണ്ട് റബ്ബിനെ സൂക്ഷിച്ച് ജീവിക്കണമേ എന്ന് ആമുഖമായി വസിയത്ത് ചെയ്യുന്നു, ഉപദേശിക്കുന്നു. പടച്ച റബ്ബ് നമ്മുടെ ഈ ഒരുമിച്ച് കൂടൽ സ്വാലിഹായൊരു സൽക്കർമ്മമായി നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ. നമ്മൾ സൂറത്തുൽ ഹജ്ജിലെ ആയത്തുകളാണ് വിശദീകരിച്ചു കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, സൂറത്ത് ഹജ്ജും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രത്യേകതകളും അതിൽ പരാമർശിച്ചിട്ടുള്ള വിഷയങ്ങളും അതിൽ 1 മുതൽ 10 വരെയുള്ള ആയത്തുകളും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൂടെ പഠിച്ചു കഴിഞ്ഞതാണ്. ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ പഠിക്കുന്ന ആയത്ത് 11-ാമത്തെ വചനമാണ്. ആദ്യം ആയത്ത് നിങ്ങൾക്ക് കേൾക്കാം, കൂടെ ഓതുകയും ശ്രദ്ധിക്കുകയും ചെയ്യണം. തജ്വീദിൻ്റെ നിയമങ്ങളും അതിൽ പരാമർശിക്കുന്ന കാര്യങ്ങളും പ്രത്യേകം ഓത്തിൻ്റെ ഇടയിൽ ശ്രദ്ധിക്കുക. وَمِنَ النَّاسِ مَن يَعْبُدُ اللَّهَ عَلَى حَرْفٍ فَإِنْ أَصَابَهُ خَيْرٌ اطْمَأَنَّ بِهِ وَإِنْ أَصَابَتْهُ فِتْنَةٌ انقَلَبَ عَلَى وَجْهِهِ خَسِرَ الدُّنْيَا وَالْآخِرَةَ ذَلِكَ هُوَ الْخُسْرَانُ الْمُبِينُ. ഒരു പ്രാവശ്യം കൂടെ കേട്ടോളൂ. وَمِنَ النَّاسِ مَن يَعْبُدُ اللَّهَ عَلَى حَرْفٍ فَإِنْ أَصَابَهُ خَيْرٌ اطْمَأَنَّ بِهِ وَإِنْ أَصَابَتْهُ فِتْنَةٌ انقَلَبَ عَلَى وَجْهِهِ خَسِرَ الدُّنْيا وَالْآخِرَةَ ذَلِكَ هُوَ الْخُسْرَانُ الْمُبِينُ. ഓക്കെ അല്ലേ? തജ്വീദ് നിയമങ്ങൾ എന്തൊക്കെയാണ് ഒക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞ തജ്വീദ് നിയമങ്ങൾ മാത്രമേ അതിലുള്ളൂ. പുതുതായിട്ട് ഒന്നും അതിൽ വന്നിട്ടില്ല. അപ്പോൾ എവിടൊക്കെയാണ് തജ്വീദ് നിയമങ്ങൾ എന്നുള്ളത് നിങ്ങളൊന്ന് പറഞ്ഞേ. വമിനന്നാസി അല്ലേ? അവിടെ എന്താ പ്രത്യേകത? ഓക്കെ. പിന്നെ മൈ അബ്ദു അല്ലേ? സാക്കിനായ നൂനിനെ മണിച്ചു കൊണ്ടുപോകണം. പിന്നെ ഹറഫിൻ എന്ന് കഴിഞ്ഞിട്ട് അവിടെ ഒരു ശില എന്നുള്ളൊരു അടയാളല്ലേ? അതെന്താ സംഭവം? ശില എന്തിനുള്ളതാ? നിർത്തിയിട്ട് ഓതിക്കൂടെ? നിർത്തിയും ഓതാം, പക്ഷേ ഉത്തമം എന്താണ്? ചേർത്തോതലാണ്. പിന്നെന്താ? ഫഇൻ അസ്വാബഹു എന്ന് കഴിഞ്ഞിട്ടൊരു വാവ് എന്തിനാ? യെസ്. പിന്നെ ഖൈറുൻ ഇത്മഅന്ന എന്നാണോ ഖൈറുത്മഅന്ന എന്നാണോ? അതെന്തുകൊണ്ടാ അങ്ങനെ? എന്താ? ഹംസത്തുൽ വസ്ൽ അവിടെ എന്ത് ചെയ്യേണ്ടതില്ല? ഹർക്കത്ത് നൽകേണ്ടതില്ല. മാത്രമല്ല ഖൈറുൻ എന്നുള്ളയിടത്ത് എന്താണ്? ഇൽഹാർ ചെയ്ത് ഉച്ചരിക്കാനുള്ളതാണ്. അപ്പം അത് ചേർത്തിട്ടാണ് എന്ത് ചെയ്യേണ്ടത്? ഹംസത്തുൽ വസ്ലിനെ ഹദ്ഫ് ചെയ്തിട്ടാണ് അവിടെ ഓതേണ്ടത്. പിന്നെ ബിഹി നമ്മൾ പറഞ്ഞു സില. പിന്നെന്താ? വൈൻ അസ്വാബത്തുഹു ഫിത്നത്തുൻ, അവിടെയും ആദ്യം പറഞ്ഞ അതേ ഖൈറുത്മഅന്ന എന്ന് പറഞ്ഞില്ലേ, അതേ നിയമം തന്നെയാണ് അവിടെയും. പിന്നെ അലാ വജിഇഹി എന്ന് കഴിഞ്ഞിട്ട് അതാ ചെറിയൊരു അടയാളം. അതെന്തിനാ? ആ ഹംസയെ ഒരൽപ്പം ദീർഘിപ്പിക്കാൻ. ഹായിനെ, ഹംസയല്ല, സോറി, ആഹിനെ. ഖസിറ ദുന്യാ വൽ ആഖിറ, അവിടെ ഒരു ജീമുണ്ട് അല്ലേ? അതെന്തിനാ? ജീമ് ജായിസാണ്. നിർത്തിയും നിർത്താതെയും എന്ത് ചെയ്യാം? ഓതാവുന്നതാണ്. പിന്നെന്താ? ദാലിക ഹുവൽ ഖുസ്റാനുൽ മുബീൻ. അപ്പോൾ ഇത് നമ്മൾ പഠിച്ച നിയമങ്ങളേ ഉള്ളൂ. നിങ്ങൾ ഓതുന്നതിൻ്റെ കൂടെ തന്നെ എന്ത് ചെയ്യണം?
ആ നിയമങ്ങളും കൂടെ ശ്രദ്ധിച്ച് ഓതണം. ഒരുപാട് വർഷക്കാലം ഖുർആൻ ക്ലാസ്സുകളിൽ പങ്കെടുത്ത് അതുപോലെ തന്നെ ഖുർആൻ പഠിച്ചിട്ടും നമ്മൾ ഓതിപ്പോകുമ്പോൾ മിനന്നാസി മൻ യഅ്ബുദില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഓതിപ്പോയാൽ എന്തല്ല ശരിയായ ഖിറാഅത്തല്ല. കാരണം എന്താ? ഒരാൾ തജ്വീദ് ഖുർആനിൻ്റെ പാരായണ നിയമങ്ങൾ മനസ്സിലാക്കിയിട്ട് അത് കൃത്യമായി പാലിക്കാത്തവൻ എന്താണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞേ? പഠിച്ചിട്ടും അത് പ്രാവർത്തികമാക്കാത്തവൻ വലൈസ മിന്ന എന്ന് പറഞ്ഞില്ലേ? ഹദീസുകളിൽ കാണാവുന്നതാണ്. അപ്പം അത്രയും ഗൗരവമുണ്ട് അതിന്. അപ്പം പാരായണ നിയമങ്ങൾ ശരിക്ക് ശ്രദ്ധിച്ച് തജ്വീദ് എവിടെയാണോ വന്നിട്ടുള്ളത് അത് ആ രൂപത്തിൽ തന്നെ മഖ്റജോടുകൂടി ഉച്ചരിക്കാൻ പ്രത്യേകം നമ്മൾ എന്ത് ചെയ്യണം? ശ്രദ്ധിക്കണം. അപ്പം ഇൻഷാ അല്ലാഹ് ഒന്നും കൂടെ നിങ്ങളിനി ആ തജ്വീദ് നിയമങ്ങളൊക്കെ മനസ്സിലാക്കി അതിൻ്റെ കൂടെ തന്നെ പാരായണം ചെയ്യൂട്ടോ. ومن الناس من يعبد الله على حرف فإن أصابه خير اطمأن به وإن أصابته فتنة انقلب على وجهه خسر الدنيا والآخرة ذلك هو الخسران المبين. ഓക്കെ അല്ലേ? എന്തെങ്കിലും സംശയം ഉണ്ടോ? ഇനി ഇല്ല. ഇൻഷാ അല്ലാഹ് ഇനി അതിൻ്റെ അർത്ഥത്തിലേക്ക് പോവാം. വ മിനന്നാസി എന്താർത്ഥം? മനുഷ്യരിലുണ്ട്. മൻ യഅ്ബുദു അബദ യഅ്ബുദു എന്താർത്ഥം? ആരാധിക്കുക അല്ലെങ്കിൽ ഇബാദത്ത് ചെയ്യുക അല്ലേ? മൻ യഅ്ബുദു ആരാധിച്ചു വരുന്ന ചിലർ. വ മിനന്നാസി മനുഷ്യരിലുണ്ട്. ആരെ? അള്ളാഹുവിനെ ആരാധിച്ചു വരുന്ന അല്ലെങ്കിൽ അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യുന്ന ആളുകൾ മനുഷ്യരിലുണ്ട്. അല ഹറഫിൻ എങ്ങനെ? ഓരത്തിലായിക്കൊണ്ട് അല്ലെങ്കിൽ അറ്റത്തായിക്കൊണ്ട്, ഒരു തെല്ലിന്മേലായിക്കൊണ്ട്. ഹറഫ് എന്ന് പറഞ്ഞാൽ അറ്റത്തായിക്കൊണ്ട്, ഓരത്തിലായിക്കൊണ്ട് എന്നൊക്കെയാണ്. മനസ്സിലായോ? ഇവിടെ ഒരു നമ്മൾ പഠിച്ച ഒരു നിയമമായതുകൊണ്ട് ചോദിക്കുകയാണ്. അല ഹർഫിൻ എന്ന് പറയാൻ കാരണം എന്താ? അവിടെ ഹർഫൻ എന്ന് പറയാത്തത് എന്തുകൊണ്ടാ? അല്ലെ ഹർഫുൻ എന്ന് പറയാത്തത് എന്തുകൊണ്ടാ? അല അല്ലേ? ഹുറൂഫുൽ ജർ നിങ്ങൾ പഠിച്ചിട്ടില്ലേ? ഒന്ന് ഓർമ്മപ്പെടുത്തിയതാണ്. ഫഇൻ അസ്വാബഹു, ഇനി അല്ലാഹ് പറയാം ഫഇൻ അസ്വാബഹു, ആ ഓരത്തിലായിക്കൊണ്ട് അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യുന്ന ആളുകൾ മനുഷ്യരിലുണ്ട്. ഫഇൻ അസ്വാബഹു അങ്ങനെ അവന് വന്നെത്തിയാൽ അല്ലെങ്കിൽ ബാധിച്ചാൽ. അസ്വാബ എന്ന് പറഞ്ഞാൽ ബാധിച്ചു. അതിൻ്റെ മുലാരി എന്താ? അസ്വാബ നമ്മൾ പഠിച്ചതാണ്. യുസീബു അല്ലേ? ഫഇൻ അസ്വാബഹു അങ്ങനെ അവന് വന്നെത്തിയാൽ അല്ലെങ്കിൽ ബാധിച്ചാൽ. ഖൈറുൻ വല്ല നന്മയും വല്ല ഖൈറും അവന് വന്നെത്തിയാൽ. ഇത്മഅന്ന, എന്താ ഇത്മഅന്ന എന്ന് പറഞ്ഞാൽ? അവൻ അടങ്ങും, ശാന്തി അടയും, അല്ലെങ്കിൽ അവൻ സമാധാനം കൊള്ളും. ബിഹി അതുകൊണ്ട്, അവന് ബാധിച്ച ആ കാര്യം കൊണ്ട്. വ ഇൻ അസ്വാബതുഹു ഇനി അവന് ബാധിച്ചില്ലെങ്കിലോ? അവന് ബാധിച്ചെങ്കിലോ? എന്ത്? ഫിത്നത്തുൻ വല്ല പരീക്ഷണവും അല്ലെങ്കിൽ വല്ല കുഴപ്പവും. അവനെന്തെങ്കിലും ഫിത്ന വന്നാൽ അല്ലെങ്കിൽ പരീക്ഷണങ്ങൾ വന്നാൽ എന്താണ്? ഇൻഖലബ അലാ വജ്ഇഹി അവനെന്ത് ചെയ്യും? ഇൻഖലബ യൻഖലിബു മുളാരി എന്താ അതിൻ്റെ അർത്ഥം? അവൻ മറിഞ്ഞു പോകും അല്ലെങ്കിൽ അവതാളത്തിലാകും, ആകെ വെപ്രാളപ്പെട്ടിട്ട് ആകെ എന്ത് ചെയ്യും? അവനിങ്ങനെ ആടി ഉലയും. അലാ വജ്ഇഹി
തൻ്റെ മുഖം കുത്തി, അല്ലെങ്കിൽ മുഖത്തിന്മേൽ. മനസ്സിലായോ? എന്നിട്ടോ ഖസിറ ദുന്യ വൽ ആഖിറ. ഖസിറ, അവൻ നഷ്ടപ്പെട്ടു. ആ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് നഷ്ടപ്പെട്ടു ദുന്യ, ഇഹലോകം, അതേപോലെ തന്നെ വൽ ആഖിറ, പരലോകവും. ദാലിക ഹുവ, അത് തന്നെയാണ് അൽ ഖുസ്റാനുൽ മുബീൻ, വ്യക്തമായ സ്പഷ്ടമായ നഷ്ടം. ഖുസ്റാൻ, നഷ്ടം. അൽ മുബീൻ, വ്യക്തമായ. എന്താ പറഞ്ഞത്? മനുഷ്യരിൽ ചില ആളുകളുണ്ട്. ആ ആളുകളുടെ പ്രത്യേകത എന്താ? അവരല്ലാഹുവിനെ ആരാധിച്ചു വരുന്നവരാണ്. എങ്ങനെ? ഓരത്തിലായിക്കൊണ്ട്, അല്ലെങ്കിൽ ഒരു തെല്ലിന്മേലായി സ്ഥിതി ചെയ്തുകൊണ്ട്. അവന് വല്ല നന്മയും വന്നെത്തിയാൽ അവൻ അതുകൊണ്ട് അടങ്ങിക്കൊള്ളും. വല്ല പരീക്ഷണവും അവനെ ബാധിച്ചുവെങ്കിൽ അവൻ മുഖം കുത്തി മറിഞ്ഞു വീഴുന്നതാണ്, മറിഞ്ഞു പോകുന്നതാണ്. അവൻ ഇഹത്തിലും പരത്തിലും നഷ്ടപ്പെട്ടു പോയി. അത് തന്നെയാണ് വ്യക്തമായ നഷ്ടം. അതിൽ പരം ഒരു നഷ്ടവും ഇല്ല. എന്താ ഈ ആയത്തിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ളത്? എന്താ നിങ്ങൾക്ക് മനസ്സിലായ കാര്യങ്ങൾ പറഞ്ഞോളൂ. അള്ളാഹുവിൻ്റെ, നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞ ആയത്തുകളിലേക്കൊന്നും കൂടെ പോകണം. ഇതിൻ്റെ തൊട്ട് മുമ്പ് നമ്മൾ പറഞ്ഞ കാര്യം എന്തായിരുന്നു? അള്ളാഹുവിൻ്റെ കാര്യത്തിൽ ഒരു വിവരവുമില്ലാതെ തർക്കിച്ചു കൊണ്ടിരിക്കുന്ന ചില ആളുകൾ മനുഷ്യരുടെ കൂട്ടത്തിലുണ്ട്. അള്ളാഹുവിനെ കുറിച്ച് യാതൊരു അറിവുമില്ലാതെ, മതത്തിൻ്റെ വിഷയങ്ങളെ സംബന്ധിച്ച് യാതൊരു സ്പഷ്ടമായ വ്യക്തമായ തെളിവുകളുമില്ലാതെ എന്ത് ചെയ്യുന്നു? അള്ളാഹുവിൻ്റെ പേരിൽ തർക്കം നടത്തിക്കൊണ്ടിരിക്കുന്ന ചില ആളുകൾ മനുഷ്യരിലുണ്ട് എന്ന് പറഞ്ഞതിന് ശേഷമാണ് അള്ളാഹു എന്ത് ചെയ്യുന്നത്? ഈ ആയത്ത് പറയുന്നത്. അതായത് അങ്ങനെ തർക്കം നടത്തിക്കൊണ്ടിരിക്കുന്ന മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഉള്ളിലേക്ക് അള്ളാഹുവിൻ്റെ ദീന് എന്ത് ചെയ്തിട്ടില്ല? ഇറങ്ങിയിട്ടില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊണ്ടുവന്ന കാര്യങ്ങൾ, അതുപോലെ തന്നെ പടച്ച റബ്ബ് പറഞ്ഞ കാര്യങ്ങൾ, അതൊന്നും കൃത്യമായി അറിയാതെ, അത് മനസ്സിലാക്കാതെ എന്ത് ചെയ്യുന്നു? അള്ളാഹുവിൻ്റെ പേരിൽ തർക്കം നടത്തിക്കൊണ്ടിരിക്കുന്നവർ മനുഷ്യരിലുണ്ട് എന്ന് പറഞ്ഞതിന് ശേഷമാണ് അള്ളാഹു ഈ ആയത്ത് എന്ത് ചെയ്യുന്നത്? നമുക്ക് വിശദീകരിച്ചു തരുന്നത്. അതായത് അവർ അള്ളാഹുവിനെ ആരാധിക്കുന്നത് ഓരത്തിലായിക്കൊണ്ടാണ് എന്ന് പറഞ്ഞാൽ എന്താ? ശരിക്ക് എങ്ങനെ? ഭാഗികമായി. അത് പറയാം. പിന്നെ അതാണ് എൻ്റെ മെയിൻ പോയിന്റ്. ഈ ആയത്തിലെ മെയിൻ പോയിന്റാണ് മൂപ്പര് പറഞ്ഞത്. എന്തെങ്കിലും ഒരു ഖൈറ് കിട്ടിയാൽ അതിമെന്ത് ചെയ്യും? ഭയങ്കര സമാധാനമടഞ്ഞ് സന്തോഷമടഞ്ഞ് ഓനെല്ലാം ഉൾക്കൊണ്ട് ഓൻ്റെ സന്തോഷത്തിലാണ് ഓൻ്റെ ദീന്, ഓൻ്റെ മതം എല്ലാം. മനസ്സിലായിട്ടോ? ഓൻ എന്തെങ്കിലും പ്രയാസം വന്നാലോ അപ്പോൾ ഓൻ അള്ളാഹുവിനോട് ദേഷ്യമായിരിക്കും, അല്ലെങ്കിൽ അള്ളാഹുവിനെ വിട്ട് മറ്റു ദൈവങ്ങളിലേക്ക് അവൻ പോകും. അതുപോലെ തന്നെ അവൻ്റെ മനസ്സിൽ മറ്റു ചില പ്രയാസങ്ങൾ, സങ്കടങ്ങൾ ഒക്കെ എന്ത് ചെയ്യും? അവൻ സംസാരിച്ചു കൊണ്ടിരിക്കും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസ് പറഞ്ഞിട്ടുണ്ട്. ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ കാര്യം അത്ഭുതകരമാണ്. അജബൽ ലി അംറിൽ മുഅ്മിനി ഇന്ന അംറഹു കുല്ലുഹു ലഹു ഖൈറുൻ. ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ എല്ലാ കാര്യങ്ങളും എന്താണ്? നന്മയാണ്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ വിശ്വാസിയുടെ അടയാളം പറയാണ്. വ ഇൻ അസാബതഹു ലറാ സബ്റൻ ഫകാന ഖൈറൻ ലഹു. ഒരു മനുഷ്യന്, ഒരു വിശ്വാസിക്ക് എന്തെങ്കിലും പ്രയാസങ്ങൾ ബാധിച്ചാൽ അവൻ എന്ത് ചെയ്യും? ക്ഷമിക്കുകയും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്യും. വിഷമങ്ങൾ വന്നാൽ, പ്രയാസങ്ങൾ വന്നാൽ, ദുർറ് ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരു വിശ്വാസി അള്ളാഹിനോട് പ്രാർത്ഥിക്കും. അവന് ബാധിച്ച ആ പ്രയാസത്തിൽ അവൻ എന്ത് ചെയ്യും? ക്ഷമിക്കും.
അതേപോലെ തന്നെ ഇനി അവനെ സന്തോഷിപ്പിക്കുന്ന എന്തെങ്കിലും അവന് ബാധിച്ചു കഴിഞ്ഞാൽ ഒരു വിശ്വാസിയാണെങ്കിൽ എന്ത് ചെയ്യും? അള്ളാഹുവിനോട് നന്ദി കാണിക്കുകയും അവനെ സ്തുതിക്കുകയും ചെയ്യും. ഫകാന ഖൈറൻ ലഹു, അപ്പോൾ അവനത് ഒരു നന്മയാണ്. അതേപോലെ തന്നെ പ്രയാസങ്ങൾ വരുമ്പോൾ, ഫിത്ന വരുമ്പോൾ, പരീക്ഷണങ്ങൾ വരുമ്പോൾ അവൻ ക്ഷമിക്കുകയും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്യും. ഫകാന ഖൈറൻ ലഹു, അപ്പോൾ അവനതൊരു നന്മയാണ്. ഇതൊരു മുഅ്മിനിനല്ലാതെ സാധിക്കുകയില്ലെന്നാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്. സന്തോഷം ഉണ്ടാകുമ്പോഴും വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന് എന്ത് ചെയ്യും? അള്ളാഹുവിനെ സ്തുതിക്കും, അള്ളാഹുവിനോട് നന്ദി കാണിക്കും. അതേപോലെ തന്നെ പരീക്ഷണങ്ങൾ റബ്ബിൽ നിന്ന് വരികയാണെങ്കിൽ, ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുകയാണെങ്കിൽ, പ്രയാസങ്ങൾ നിറഞ്ഞ ജീവിതമാണ് അവൻ്റേതെങ്കിൽ അവനെന്ത് ചെയ്യും? ക്ഷമിക്കും, റബ്ബിനോട് പ്രാർത്ഥിക്കും. രണ്ടും എന്താണ്? ഖൈറാണ്. അതാണ് അജബല്ലി അംറിൽ മുഅ്മിനി ഇന്ന അംറഹു കുല്ലഹു ലഹു ഖൈറുൻ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്. ഒരു മുഅ്മിനിന്റെ കാര്യം അത്ഭുതകരമാണ് എന്ന്. ഇതൊരു മുഅ്മിനിനെ സംബന്ധിച്ച് പറഞ്ഞതാ. ഇനി നമ്മളെ സംബന്ധിച്ച് നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. നമുക്ക് പ്രയാസമുള്ള കാര്യങ്ങൾ വന്നാൽ എന്ത് ചെയ്യും? എന്താ ചെയ്യാ? പല ആളുകളും പലതും ചെയ്യും അല്ലേ? തീരെ ഹോസ്പിറ്റലിൽ ചെന്ന് ഒരു രോഗാണ്, ഡോക്ടറെ കാണിച്ചു, മരുന്ന് കഴിച്ചു, പ്രാർത്ഥിച്ചു. ഇതൊക്കെ ചെയ്യണമല്ലോ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം. ഭൗതികമായ ചികിത്സകൾ, ആത്മീയമായ ദുആകൾ, പ്രാർത്ഥനകൾ ഒരു വിശ്വാസി എന്ത് ചെയ്യണം? അവന് ബാധിക്കുന്ന പ്രയാസങ്ങളിൽ പ്രാവർത്തികമാക്കേണ്ട കാര്യങ്ങളാണ്. ഇപ്പോൾ ഒരു അസുഖം വന്നാൽ നമ്മൾ ഡോക്ടറെ കാണിക്കും. അതുപോലെ തന്നെ അതിൻ്റെ കൂടെ ഒരു വിശ്വാസിയാണെങ്കിൽ എന്ത് ചെയ്യും? അള്ളാഹുവിൻ്റെ റസൂൽ ചൊല്ലാൻ പറഞ്ഞ പ്രാർത്ഥനകൾ, ദിക്റുകൾ, അതുപോലെ തന്നെ ഖുർആനിൻ്റെ വചനങ്ങൾ, ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യും? പാരായണം ചെയ്യും അല്ലേ? ഇതൊന്നും ചെയ്തിട്ട് അസുഖം മാറുന്നില്ല. നമ്മളിങ്ങനെ കിടക്കുകയാണ്, കിടക്കുന്ന കൂട്ടത്തിൽ നമ്മളെ സന്ദർശിക്കാൻ വേണ്ടിയിട്ട് ഒരാൾ വരികയാണ്. അപ്പം നമുക്കെന്ത് ചെയ്യും? ഒരാളെ കുറിച്ച് പറഞ്ഞുതരും. നിങ്ങൾ അവിടെ ഒന്ന് പോയി നോക്കി, അല്ലെങ്കിൽ ഇവിടെ ഒന്ന് പോയി നോക്കി, കുറേ മരുന്ന് കഴിച്ചില്ലേ, കുറേ ഗുളിക കുടിച്ചില്ലേ, ഒന്നും ഒരു മാറ്റമില്ലല്ലോ, അതുകൊണ്ട് നിങ്ങൾ അവിടെ ഒന്ന് പോയി നോക്കി എന്ന് പറയും. അപ്പം നമ്മളെ മനസ്സിങ്ങനെ എന്ത് ചെയ്യും? മുദബ്ദബീന ബൈന ഹാ ഉലാ വലാ ഹാ ഉലാ എന്ന് ഖുർആൻ പറഞ്ഞില്ലേ? അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ എന്ത് ചെയ്യും? ചാഞ്ചാടും. അപ്പം നമുക്കിങ്ങനെ തോന്നും, ശരി തന്നെയല്ലേ, ഇപ്പം എത്ര കാലമായി മരുന്ന് കഴിക്കണ്, എത്ര കാലമായി ഗുളിക കുടിക്കണ്, ഒന്ന് പോയോക്കാം എന്ന് പറഞ്ഞിട്ട് പോകും. അങ്ങനെ പോകുന്നവനെയാണ് എന്ത് ചെയ്തിട്ടുള്ളത്? പടച്ച റബ്ബ് ഇവിടെ ഈ അള്ളാനെ ആരാധിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അത് മനസ്സിലായോ? വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞ്. പിടുത്തം കിട്ടിയോ? അത് ചിലപ്പോൾ എന്ത് ചെയ്യും? അവൻ അള്ളാഹുവിനെ ആരാധിക്കുന്നത്, അവന് ഗുണം കിട്ടുന്നത് വരെ അവൻ അള്ളാഹ് മതിയാകും. അവന് പരീക്ഷണവും ഫിത്നയും വന്നാൽ എന്ത് ചെയ്യും? അവൻ നേരെ അള്ളാഹുവിനെ വിട്ട് മറ്റു മാർഗങ്ങൾ സ്വീകരിക്കും. എത്രയോ മനുഷ്യരുണ്ട് നമ്മളെ കൂട്ടത്തിൽ അങ്ങനെ തൗഹീദ് വിട്ട് ഷിർക്കിലേക്ക് പോകുന്ന, അതുപോലെ തന്നെ അന്ധവിശ്വാസങ്ങളിലേക്ക് പോകുന്ന, അനാചാരങ്ങളിലേക്ക് പോകുന്ന ആളുകളുണ്ട്. എന്ത് അസുഖങ്ങൾ വന്നാലും, എന്ത് പ്രയാസങ്ങൾ നമുക്ക് നേരിട്ടാലും ഒരു മുഅ്മിനാണെങ്കിൽ അവൻ എന്ത് ചെയ്യണം? അവൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം. സന്തോഷം വന്നതെങ്കിൽ അവനെ സ്തുതിക്കുകയും വേണം. പ്രയാസം വന്നതെങ്കിൽ അവനോട് പ്രാർത്ഥിച്ച് ക്ഷമിക്കുകയും വേണമെന്നാണ്. അതല്ലേ അയ്യൂബ് നബിയുടെ ചരിത്രം നമുക്ക് വിശുദ്ധ ഖുർആനിൽ അള്ളാഹു വിശദീകരിച്ചിരുന്നത്. വഅയ്യൂബ ഇദ് നാദാ റബ്ബഹു അന്നീ മസ്സനിയൽ ദുർറു വഅൻത അർഹമുർ റാഹിമീൻ. എന്താ അത് വെറുതെ ഒരു കഥയായിട്ട് ഖുർആൻ പറഞ്ഞതല്ല. ഒരുപാട് പാഠങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട് ഇന്ന്. എന്താ ഇന്ന് പഠിക്കാനുള്ള പാഠം? വഅയ്യൂബ ഇദ് നാദാ റബ്ബഹു അന്നീ മസ്സനിയൽ ദുർ. അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിനോട് വിളിച്ച് പ്രാർത്ഥിച്ച സന്ദർഭം ഓർക്കാൻ പറയണല്ലോ. അന്നീ മസ്സനിയൽ ദുർ, എനിക്കൊരു ദുർ ബാധിച്ചിരിക്കുന്നു, പ്രയാസം ബാധിച്ചിരിക്കുന്നു, രോഗം ബാധിച്ചിരിക്കുന്നു. അയ്യൂബ് നബിക്കുണ്ടായ രോഗം അറിയില്ലേ?
മാരകമായ രോഗമായിരുന്നു. വർഷങ്ങളോളം അയ്യൂബ് നബി അള്ളാഹു പരീക്ഷിച്ചിരുന്നു നാം. പക്ഷേ എത്ര വർഷവും പരീക്ഷിച്ചിട്ട് പോലും യാതൊരുവിധ പ്രതീക്ഷയും കൈവിടാതെ അയ്യൂബ് നബി പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണത്. വ അയ്യൂബ ഇദ് നാദാ റബ്ബഹു അന്നീ മസ്സനിയൽ ദുർറു വ അൻത അർഹമുർ റാഹിമീൻ. പടച്ചോനെ, നീയാണ് റഹ്മാനായ റബ്ബ്, അതുകൊണ്ട് എന്നോട് നീ കരുണ കാണിക്കണേ നാഥാ എന്ന് വർഷങ്ങളോളം മാരകമായ അസുഖത്തിനടിമപ്പെട്ട് പ്രയാസപ്പെട്ട് പരീക്ഷണത്തിൽ ജീവിച്ച അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹിനോട് പ്രാർത്ഥിച്ചപ്പോൾ അവസാനം എന്തുണ്ടായി? പടച്ച റബ്ബ് ജവാബ് നൽകി, ഉത്തരം നൽകി. അള്ളാഹു കൈവിട്ടില്ല. ആ ഒരു പ്രതീക്ഷ എപ്പോഴും വേണം. അതുകൊണ്ടാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, വിശ്വാസികളെ, നിങ്ങൾ അള്ളാഹിനോട് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്ക് റജാ ഉണ്ടാവണം. എന്ത്? പ്രതീക്ഷയുണ്ടാവണം. ഇതെൻ്റെ റബ്ബ് എനിക്ക് തരും. എനിക്ക് ഈ പ്രയാസം തന്നവൻ റബ്ബാണ്. ഈ പ്രയാസം നീക്കാൻ കഴിവുള്ളവനും എൻ്റെ റബ്ബാണ്. അവനെ കൊണ്ടല്ലാതെ ഒരു കഴിവുമില്ല എന്ന് അല്ലേ നമ്മൾ പറയാറില്ലേ? ഓരോ നിസ്കാര ശേഷവും നമ്മൾ എന്താ പറയുന്നത്? അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅ്തൈത് വലാ മുഅ്തിയ ലിമാ മനഅത് വലാ യൻഫഉ ദൽ ജദ്ദി വമിൻകൽ ജദ്ദ്. എന്താ? പടച്ചോനെ, നീ നൽകിയത് തടയാൻ ലോകത്തൊരാളെ കൊണ്ടും കഴിയില്ല. നീ തടഞ്ഞത് നൽകാനും ഒരാളെ കൊണ്ടും സാധിക്കൂല. കണ്ടോ എത്ര കൃത്യമായിട്ടാ നമ്മളത് പറയുക മാത്രമല്ല, അത് ആത്മാർത്ഥമായി നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? പ്രാവർത്തികാക്കണം. എന്ത് പ്രയാസങ്ങൾ നമുക്ക് വന്നു കഴിഞ്ഞാലും, എന്ത് പരീക്ഷണങ്ങൾ നമുക്കുണ്ടായിക്കഴിഞ്ഞാലും, ഇതെൻ്റെ റബ്ബെനിക്ക് തന്നതാണ്, ആ റബ്ബിനോട് ഞാൻ പ്രാർത്ഥിക്കുന്നു, ഈ വിഷയത്തിൽ ഞാൻ ക്ഷമ കൈകൊള്ളുന്നു എന്ന ചിന്ത ഒരു വിശ്വാസി എന്ന നിലക്ക് നമുക്കുണ്ടാവണം. അങ്ങനെ പ്രാർത്ഥിച്ചാൽ അള്ളാഹു ആ പ്രാർത്ഥന കബൂൽ ചെയ്യും. നമ്മുടെ പ്രയാസങ്ങൾ നീങ്ങിക്കിട്ടും. അതിനെന്ത് വേണം? നമുക്കൊരു റജാ വേണം, പ്രതീക്ഷ ഉണ്ടാവണം. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥനയുടെ അദബുകൾ പഠിപ്പിച്ച കൂട്ടത്തിൽ പറഞ്ഞ കാര്യമാണ്. ഒരു വിശ്വാസിക്ക് ദുആ ചെയ്യുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ എന്ത് വേണം? പ്രതീക്ഷ ഉണ്ടാവണം. ഞാൻ ചോദിക്കുന്നത് എൻ്റെ റബ്ബ് എനിക്ക് നൽകാൻ കഴിവുള്ളവനാണ്, ആ റബ്ബിനോട് ചോദിച്ചാൽ എനിക്ക് കിട്ടും എന്ന ആ ഒരു പ്രതീക്ഷയോടുകൂടിയായിരിക്കണം ഒരു വിശ്വാസി എന്ത് ചെയ്യേണ്ടത്? പ്രാർത്ഥിക്കേണ്ടത്. ഇനി നോക്ക് നിങ്ങൾ, തവക്കുലിൻ്റെ കുറവാണ് യഥാർത്ഥത്തിൽ പല വിശ്വാസികളും പല മുസ്ലിമീങ്ങളും മറ്റു വഴികളിലേക്കും മാർഗങ്ങളിലേക്കും സഞ്ചരിക്കാൻ കാരണം. ഏത് പ്രതിസന്ധി ഘട്ടത്തിലും പ്രയാസഘട്ടങ്ങളിലും എന്നെ സഹായിക്കാനും എന്നെ രക്ഷിക്കാനും എൻ്റെ റബ്ബ് എൻ്റെ കൂടെയുണ്ട് എന്ന വിശ്വാസമാണ് നമുക്കുണ്ടാവേണ്ടത്. അതാണ് വിശുദ്ധ ഖുർആൻ പല സ്ഥലങ്ങളിലും പല പ്രവാചകന്മാരുടെ ചരിത്രങ്ങളും വിശദീകരിച്ചിടത്ത് നമുക്ക് വിശദീകരിച്ചു തന്നിട്ടുള്ളത് അല്ലേ? നോക്ക് നിങ്ങൾ, മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലേക്ക് ഹിജറ പോകുമ്പോൾ ഒരുപാട് മുന്നൊരുക്കങ്ങൾ ഒരുങ്ങി തയ്യാറെടുപ്പുകൾ നടത്തി അവസാനം പടച്ച റബ്ബിൽ തവക്കുലേൽപ്പിച്ചുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? മദീനയിലേക്ക് ഹിജറ പോകുന്നത്. ആ പ്ലാനിങ്ങുകളൊക്കെ ഇസ്ലാമിൻ്റെ ചരിത്രത്തിൽ നമുക്ക് കാണാം. തൻ്റെ കട്ടിലിൽ ആരെ കിടത്തണമെന്നും അതുപോലെ തന്നെ യാത്രക്ക് ആരെ കൂട്ടുകാരനായി സ്വീകരിക്കണമെന്നും യാത്രക്കിടയിൽ സൗർ ഗുഹയിൽ 3 ദിവസം താമസിക്കണമെന്നും അങ്ങനെ താമസിക്കുമ്പോൾ അവിടേക്ക് ഭക്ഷണങ്ങൾ എത്തിച്ചു തരാൻ ആരെയാണ് ചുമതലപ്പെടുത്തേണ്ടത് എന്നുമൊക്കെ കൃത്യമായ പ്ലാനിങ് അള്ളാന്റെ റസൂല് ചെയ്തതിന് ശേഷമാണ് എന്ത് ചെയ്യുന്നത്? ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് ലാ ഹവല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്ന് പറഞ്ഞിട്ട് വീട് വിട്ടിറങ്ങുന്നത്. എന്താണ്ടായത്? സൗർ ഗുഹയിൽ ഒളിച്ചു നിൽക്കുമ്പോൾ ശത്രുക്കൾ അവിടെ വന്നു. എന്നിട്ടോ ശത്രുക്കൾ വന്നു. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു പ്രവാചകന്റെ കൂട്ടുകാരനായി യാത്രയിലുണ്ട്. ആ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ആ ശത്രുക്കളുടെ കാല് കണ്ട് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, പ്രവാചകരെ, അവരെങ്ങാനൊന്ന് കുനിഞ്ഞു നോക്കിയാൽ നമ്മളെ കാണുമല്ലോ, നമ്മളെ പിടിക്കുമല്ലോ. അപ്പം എന്താ റസൂലുള്ള പറഞ്ഞ്? ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ. അല്ലേ?
അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് റസൂലുള്ള പറയാണ്, അബൂബക്കറെ പേടിക്കേണ്ടതില്ല, ദുഃഖിക്കേണ്ടതില്ല, ടെൻഷൻ അടിക്കേണ്ട. കാരണം എന്താ? ഇന്നല്ലാഹ മഅനാ, അള്ളയുണ്ട് നമ്മുടെ കൂടെ എന്ന. അല്ലാഹു സാലിസുഹുമാ, മൂന്നാമനായി നമ്മുടെ കൂടെ റബ്ബുണ്ട് എന്ന ആ ഒരു ഉറപ്പ് അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ അനുചരന് നൽകിയിട്ടുണ്ടെങ്കിൽ അവിടെയാണ് തവക്കുലിന്റെ മഹത്വം. അതാണ് നമുക്കുണ്ടാവേണ്ടത്. എന്തെങ്കിലുമൊക്കെ ഒരു പ്രയാസം വരുമ്പോഴേക്ക് ആകെ തകർന്ന് തരിപ്പണമായി അള്ളാഹിനെ വിട്ട്, പ്രവാചകൻ പറഞ്ഞ മാർഗങ്ങൾ വിട്ട് മറ്റു മാർഗങ്ങളിലേക്ക് നമ്മൾ ചെന്ന് നമ്മുടെ വിശ്വാസം പോലും ഇല്ലാതെയാക്കുന്ന, ഇസ്ലാമിൽ നിന്ന് തന്നെ പുറത്തു പോകുന്ന പ്രവർത്തനങ്ങൾ വരെ ചെയ്യുന്ന വിശ്വാസികൾ എന്ന് പറയുന്ന മനുഷ്യർ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അവിടെയാണ് ഈമാനിൻ്റെ പവറും തവക്കുലിൻ്റെ മഹത്വവും തിരിച്ചറിയേണ്ടത്. ഒന്ന് മാത്രമല്ല, ഒരുപാട് ചരിത്രങ്ങൾ കാണാം. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ചരിത്രം നമ്മൾ കേട്ടതല്ലേ? ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം വലിയ തീക്കുണ്ടാരമുണ്ടാക്കി അള്ളാഹിനോട് മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ എന്ന് സ്വന്തം കുടുംബത്തിലും പിതാവിനോടും പറഞ്ഞു. ആ പിതാവ് ആട്ടിയോടിച്ച് കുടുംബത്തോട് പറഞ്ഞതിന് ശേഷം തൻ്റെ നാട്ടുകാരായ ആളുകളോട് പറഞ്ഞു. അപ്പോഴും ഇബ്രാഹിം നബിക്ക് പരീക്ഷണം. നമ്രൂദിന്റെ പട്ടാളക്കാരെന്ത് ചെയ്തു? വലിയ തീക്കുണ്ടാരമുണ്ടാക്കി. എന്നിട്ട് അതിൻ്റെ മുന്നിൽ കൊണ്ടുപോയി നിർത്തിയിട്ട് പറഞ്ഞു, ഇബ്രാഹിം, നീ നിന്റെ ഈ ആദർശത്തിൽ നിന്ന് പിന്മാറുന്നില്ലെങ്കിൽ നിന്നെ ഞങ്ങൾ എന്ത് ചെയ്യും? ഈ തീക്കുണ്ടാരത്തിലിട്ട് കത്തിച്ചു കളയും. നമ്മളോടാണ് ആ ഭീഷണി എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാം? നിങ്ങൾക്കൊന്നും ഇഷ്ടല്ലേ, എന്നാൽ ഞാനിത് ഒട്ടപ്പോൾ ഞാൻ ഒഴിവാക്കി, ഞാൻ എന്ത് ചെയ്യുന്നില്ല, സ്വീകരിക്കുന്നില്ല എന്ന് പറയും അല്ലേ? പലരും അങ്ങനെ പറഞ്ഞു പോകും. ഇബ്രാഹിം നബിനെ ആപ്പ വീട്ടിൽ നിന്നാണ് ആട്ടിയോടിക്കുക. ലൈലം തൻതഹീല അർജുമന്നക വഹ്ജുർനി മലിയാൻ, നീ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടില്ലെങ്കിൽ നിന്നെ കല്ലെറിഞ്ഞ് ആട്ടിയോടിക്കുന്ന പറഞ്ഞ്. നമ്മളൊപ്പാരങ്ങാനും നമ്മളോട് വീട്ടിൽ നിന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞതിൻ്റെ പേരിൽ, അള്ളാഹനെ ആരാധിക്കണം എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ ഒന്ന് പറഞ്ഞു നോക്കണ്ടേ? വാപ്പ അങ്ങക്ക് ഇഷ്ടല്ലേ, എന്നാൽ പിന്നെ ഞാൻ പറയണില്ല, ഞാൻ ആരോടും പറയണില്ല, ഞാനിങ്ങനെ ജീവിച്ച് പൊയ്ക്കോളാന്ന് പറയില്ലേ? നമ്മളൊരു അഡ്ജസ്റ്റ്മെൻറ്റിന് തയ്യാറാവും. അവിടെ നമ്മളെ ഈമാനും പ്രവാചകന്മാരുടെ ഈമാനും നമ്മൾ എന്ത് ചെയ്യേണ്ടത്? കണക്കൂട്ടേണ്ടത്. മനസ്സിലായോ? ഒരിക്കലും ഒരു സന്ദർഭത്തിലും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആദർശത്തിൽ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? ഒരു വിട്ടുവീഴ്ചയും ചെയ്യരുതെന്നാണ് ഇബ്രാഹിം നബിയുടെ ജീവിതത്തിലെ പാഠങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത്. തീക്കുണ്ടാരുണ്ടാക്കിയിട്ടേ അതിൻ്റെ മുന്നിൽ കൊണ്ടുപോയി നിർത്തിയിട്ട് അതിലേക്ക് തള്ളിയിടുമെന്ന ഭീഷണി മുഴക്കിയപ്പോൾ ഇബ്രാഹിം നബി യാതൊരു വിഷമവും ഇല്ലാതെ പറഞ്ഞു, ഹസ്ബി അല്ലാഹ് നിഅമൽ മൗലാ വ നിഅമൻ നസീർ, എനിക്കെൻ്റെ റബ്ബ് മതി, എൻ്റെ റബ്ബ് മതി എനിക്ക്, ഞാൻ അവനിൽ ഇതാ തവക്കുലേൽപ്പിക്കുന്നു എന്നാണ് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം സമാധാനത്തോടെ പറഞ്ഞത്. എത്ര സന്തോഷത്തോടു കൂടിയാണ് ഇബ്രാഹിം നബി പറഞ്ഞ്. ആ പറഞ്ഞ വാക്ക് മാത്രമല്ല, ആ ഒരു തവക്കുലിൻ്റെ പവർ കൊണ്ടാണ് അല്ലേ തീ മുഴുവനും കത്തി കരിഞ്ഞ് കരിക്കട്ടയായി വെണ്ണീരായിട്ട് ഇബ്രാഹിം നബി അതിൽ നിന്ന് എഴുന്നേറ്റ് പോരുമ്പോൾ ഒരു രോമം പോലും കരിഞ്ഞു പോയിട്ടില്ല എന്ന്. നിങ്ങൾ ആലോചിച്ച് നോക്ക്. അതാണ് തവക്കുൽ എന്ന് പറഞ്ഞാൽ. മൂസാ നബിൻ്റെ ചരിത്രത്തിൽ നിങ്ങൾ കേട്ടിട്ടില്ലേ? മൂസ അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിൽ വിശ്വസിച്ച് ഫിർഔനിൻ്റെ കൊട്ടാരത്തിൽ മൂസാ നബിയോട് ദഅവത്ത് ചെയ്യാൻ വേണ്ടി പറഞ്ഞു. അവിടെ പ്രബോധനം നടത്തി. മൂസാ നബിയിൽ ഫിർഔനിൻ്റെ ആളുകളിൽ പലരും വിശ്വസിച്ച് മൂസാ നബിയുടെ കൂടെ നിന്ന് അവിടെ പ്രയാസങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ വഹി കിട്ടുകയാണ് വിശ്വാസികളെയും കൂട്ടി രക്ഷപ്പെടാൻ മൂസാ നബിക്ക്. മൂസാ നബി ഒരു രാത്രി പുറപ്പെട്ടു. ഈ വിവരം എന്ത് ചെയ്തു? ഫിർഔനും അവൻ്റെ ആളുകളും അറിഞ്ഞു. അങ്ങനെ മൂസാ നബിയെ പിടിക്കാൻ എന്ത് ചെയ്യാണ്? ഫിർഔനും അവൻ്റെ പട്ടാളക്കാരും ഇറങ്ങാണ് പിന്നാലെ. നടന്ന് മൂസാ നബിയും അനുയായികളും എവിടെത്തിയേ? ചെങ്കടലിൻ്റെ അരികിലെത്തിയ. മുന്നിൽ കടലാണ്, പിന്നിലോ ഫിർഔനും അവൻ്റെ പട്ടാളക്കാരുമാണ്. എങ്ങനെ ഉണ്ടാകും? ഇന്നാല മുദറക്കൂൻ, മൂസ നമ്മളെ പിടിക്കപ്പെട്ടത് തന്നെ. അപ്പം മൂസാ നബി പറഞ്ഞു, കല്ല ഇന്ന മഅയ റബ്ബി സയഹ്ദീൻ. നിങ്ങൾ അങ്ങനെ പറയണ്ട, നിങ്ങൾ ആ വർത്തമാനം പറയരുത്, പിടിക്കപ്പെട്ടു എന്നുള്ളത് നിങ്ങൾ പറയരുത്. കാരണം എന്താ? ഇന്ന മഅയ റബ്ബി, എൻ്റെ കൂടെ എൻ്റെ റബ്ബുണ്ട്, സയഹ്ദീൻ, അവൻ എനിക്കൊരു വഴി കാണിച്ചു തരും. കണ്ടോ? ആ ഒരു തവക്കുലാണ് നമുക്ക് ഉണ്ടാവേണ്ടത്. ജീവിതത്തിലെ എന്ത് നീറുന്ന പ്രശ്നങ്ങളുണ്ടായാലും പരീക്ഷണങ്ങൾ വന്നാലും
എന്ത് പരീക്ഷണം ഉണ്ടായാലും നമ്മൾ ഒരിക്കലും പടച്ച റബ്ബിൻ്റെ മാർഗം വിട്ട് മറ്റൊരു മാർഗത്തിലും അഭയം തേടാൻ പാടില്ല. അങ്ങനെ തേടിയാൽ നമ്മൾ എന്തായി? അതാണ് ഈ ആയത്തിൽ അള്ളാഹു നമ്മൾ ഓർമ്മപ്പെടുത്തുന്നത്. അങ്ങനെ നിങ്ങൾ അള്ളാഹിനെ ആരാധിക്കുന്നവരാകരുത്. നിങ്ങൾക്ക് നന്മകൾ കിട്ടുമ്പോൾ അള്ളാഹിനെ തൃപ്തിപ്പെട്ട് സുഖിച്ച് ജീവിക്കുന്നവരായി മാറരുത്. പ്രയാസങ്ങളും പരീക്ഷണങ്ങളും വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? അള്ളാഹുവിനെ കൈവിട്ട് മറ്റു മാർഗങ്ങൾ നിങ്ങൾ സ്വീകരിക്കുന്നവരാകരുത്. അതാ നമ്മളെ പഠിപ്പിക്കുന്ന ഈ ആയത്ത്. മനസ്സിലായോ? അതുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ആ ഹദീസ് നമ്മുടെ ജീവിതത്തിൽ കൃത്യമായി നമ്മൾ എന്ത് ചെയ്യണം? നിരന്തരമായി നെഞ്ചിലേറ്റണം. കാരണം എന്താ? ഇതെന്ത് പ്രയാസങ്ങൾ വന്നാലും, എന്ത് പരീക്ഷണം വന്നാലും, എന്ത് സന്തോഷം വന്നാലും അതൊക്കെ എൻ്റെ റബ്ബിൽ നിന്നുള്ളതാണ്. എൻ്റെ റബ്ബാണ് എനിക്കത് നൽകിയത്. എൻ്റെ റബ്ബാണ് എന്നെ പരീക്ഷിക്കുന്നത്. ആ മാർഗത്തിൽ ഞാൻ ക്ഷമിക്കുകയും അവനോട് പ്രാർത്ഥിക്കുകയും ചെയ്താൽ എനിക്ക് എന്തുണ്ട്? പ്രതിഫലമുണ്ട്. ചിലപ്പോൾ എൻ്റെ പരീക്ഷണങ്ങൾ എൻ്റെ റബ്ബ് എന്നിൽ നിന്ന് നീക്കി തന്നേക്കാം എന്ന് നമുക്ക് കൃത്യമായി നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ രൂപത്തിലാണ് ഒരു വിശ്വാസിക്ക് അവൻ്റെ മനസ്സിലുണ്ടാവേണ്ടത് എന്ന് കൃത്യമായി പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് ജീവിതത്തിൻ്റെ ഏത് പ്രതിസന്ധി ഘട്ടത്തിലും, ഏത് പരീക്ഷണ ഘട്ടത്തിലും നമ്മൾ എന്ത് ചെയ്യുക? ആ രൂപത്തിൽ നമുക്ക് നമ്മളെ സഹായിക്കാൻ റബ്ബുണ്ട്. ആ ഒരു ഈമാനും ആ ഒരു പവറും നമുക്കുണ്ടാവണം. പക്ഷേ അങ്ങനെ ഇസ്സത്തുള്ള മുസ്ലിം ഇന്ന് ഉണ്ടോ എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം? പരിശോധിക്കണം. മനസ്സിലായുണ്ടോ? അതാണ് നമുക്ക് ഉണ്ടാവേണ്ടത്. അങ്ങനെ ഉണ്ടെങ്കിൽ അള്ളാഹു നമ്മളെ കൈവെടിയില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കി, പലപ്പോഴും നമ്മുടെയൊക്കെ അവസ്ഥ എന്താ? പരീക്ഷണങ്ങൾ വരുമ്പോൾ മാത്രം പടച്ചോനിലേക്ക് അടുക്കുന്ന ആളുകളായിരിക്കും നമ്മളിൽ പലരും. സന്തോഷം ഉണ്ടാകുമ്പോൾ അള്ളാനെ മറക്കുന്നവരായിരിക്കും പലരും, അല്ലേ? പൊതുവെ അങ്ങനെയാണ് മനുഷ്യരിൽ. ഒരു മനുഷ്യന് നല്ല ജോലിയും നല്ല ശമ്പളവും ഉയർന്ന എല്ലാ നിലക്കും എല്ലാ ഹയറുണ്ടെങ്കിൽ ഓൻ 5 നേരത്തെ നിസ്കാരത്തിന് ഓനെ കാണൂല, അവന് സമയം ഉണ്ടാവില്ല. ഖുർആൻ ക്ലാസ്സിനോ വരൂല, അവന് സമയം ഉണ്ടാവില്ല. അതേപോലെ തന്നെ കുടുംബ സന്ദർശനം ഒന്നും നടത്താൻ അവനക്ക് എന്തുണ്ടാവില്ല? സമയം ഉണ്ടാകൂല. എന്നാൽ അവൻ്റെ ജോലി ഒന്ന് പോയി നോക്കണ്ടേ? അപ്പോൾ അവന് കുടുംബങ്ങളെ സന്ദർശിക്കാൻ സമയം ഉണ്ടാവും, 5 നേരം പള്ളിയിലുണ്ടാവും, അതിലുപരി തഹജ്ജുദ് വരെ നിസ്കരിച്ചിട്ട് അവൻ പ്രാർത്ഥിക്കുന്നുണ്ടാവും. എപ്പോൾ? ഈ ജോലിയൊന്ന് നഷ്ടപ്പെട്ടാൽ. മനസ്സിലായിട്ടോ നിങ്ങൾക്ക്? അപ്പം നമ്മളെ അവസ്ഥ എന്താ? സന്തോഷം ഉണ്ടാകുമ്പോൾ, നമുക്ക് അനുഗ്രഹങ്ങൾ ഉണ്ടാകുമ്പോൾ, നിഅമത്ത് ഉണ്ടാകുമ്പോൾ അള്ളാഹിനെ ഓർക്കുന്നതിന് പകരം റബ്ബിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? വിസ്മരിക്കുന്നു, മറന്നു കളയുന്നു. എന്നാൽ പ്രയാസങ്ങളും പരീക്ഷണങ്ങളും വരുമ്പോൾ മാത്രം എന്ത് ചെയ്യുന്നു? റബ്ബിലേക്ക് അടുക്കുന്നു. അങ്ങനെയുള്ളവരും നമ്മൾ ആയി മാറാൻ പാടില്ല. അതും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം എല്ലാ സമയവും എന്ത് ചെയ്യണം? പടച്ച റബ്ബിനെ ഒരുപോലെ ഇബാദത്ത് ചെയ്യാനും നന്ദി കാണിക്കാനും ശുക്ർ കാണിക്കാനും നമുക്ക് സാധിക്കണം. നമുക്ക് അനുഗ്രഹങ്ങൾ വരുമ്പോൾ റബ്ബിനെ മറക്കുകയും അതേപോലെ തന്നെ നമുക്ക് പ്രയാസങ്ങൾ വരുമ്പോൾ റബ്ബിനെ ഓർക്കുകയും ചെയ്യുന്നവരായി നമ്മൾ മാറരുത്. നേരെ തിരിച്ചുമാകരുത്. പരീക്ഷണങ്ങൾ വരുമ്പോൾ അള്ളാഹുവിനെ വിട്ടിട്ട് മറ്റു മാർഗങ്ങൾ സ്വീകരിക്കുകയും സന്തോഷം വരുമ്പോൾ റബ്ബിലേക്ക് അടുക്കുകയും ചെയ്യുന്നൊരവസ്ഥയും നമുക്ക് ഉണ്ടാകാൻ പാടില്ല. ഏത് സന്ദർഭത്തിലും അള്ളാഹു എൻ്റെ കൂടെയുണ്ട്, റബ്ബാണ് എനിക്കിത് തന്നത്, റബ്ബാണ് എനിക്കിത് വിധിച്ചത്, റബ്ബാണ് എന്നിലിത് സ്ഥാപിച്ചത്, അതുകൊണ്ട് ആ റബ്ബിലേക്ക് തന്നെയാണ് എൻ്റെ എല്ലാം സമർപ്പിക്കാൻ. അല്ലേ? അതല്ലേ നമ്മൾ നിസ്കാരത്തിലൊക്കെ പറയുന്നത്, അല്ലേ? വജ്ജഹത്തു എന്താ വജ്ജഹത്തുൽ നമ്മൾ പറയുന്നത്? ഇന്ന സ്വലാത്തി വനുസുക്കി വമഹിയായ വമമാതി. അല്ലേ? എൻ്റെ ജീവിതവും മരണവും അതുപോലെ തന്നെ നേർച്ചയും വഴിപാടുകളും എല്ലാം നിസ്കാരവും ഒക്കെ എന്താണ്? പടച്ച റബ്ബിന് വേണ്ടിയിട്ടാണ് എന്നാ. അത് പറയാന്നല്ലാതെ അതിനെക്കുറിച്ച് നമ്മൾ ആലോചിച്ചിട്ടുണ്ടാവില്ല. പലപ്പോഴും അങ്ങനെ നിസ്കരിക്കുമ്പോഴൊക്കെ ചിലപ്പോൾ ഗൾഫിലൊക്കെ പോയി ജോലി എടുക്കുന്ന മനുഷ്യന്മാരുണ്ട് ഇവിടെ പള്ളിയിൽ. ഇല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കി. അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞാൽ നമ്മൾ കൈകെട്ടും. നമ്മളങ്ങനെ ചിലപ്പോൾ വജ്ജഹത്തോ അല്ലാഹുമ്മ ബായിദ് ബൈനിയോ അല്ലെങ്കിൽ മറ്റ് പ്രാരംഭ പ്രാർത്ഥനകളും ഫാത്തിഹയൊക്കെ ഓതുണ്ടാവും. പക്ഷെ നമ്മളെ ചിന്ത എവിടെയാകാരോ? ചിലപ്പോൾ നാളെ ജോലി സ്ഥലത്തേക്കാരം, അല്ലെങ്കിൽ കഴിഞ്ഞ ജോലിയിൽ ഇന്നെന്തെങ്കിലും ഉണ്ടായ പ്രശ്നങ്ങളായിരിക്കും നമ്മളെ മനസ്സിലുണ്ടാവുക. അതെന്തുകൊണ്ടാ നമ്മളെന്താ പറയണതെന്നുള്ളത്
നമുക്ക് തന്നെ അറിയാത്തതുകൊണ്ടാണെന്നാ പണ്ഡിതന്മാർ പറഞ്ഞത്. അതുകൊണ്ട് കൃത്യമായി നമസ്കാരത്തിൽ ഖുശൂഓടുകൂടി നിസ്കരിക്കണം എന്ന് പറഞ്ഞതും ആ നമസ്കാരത്തിൻ്റെ പദങ്ങൾ പറയുന്നത് കൃത്യമായി മനസ്സിലാക്കിയിട്ട് നിങ്ങൾ പറയണമെന്നും അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ആയത്തിലൂടെ അള്ളാഹു നമ്മളെ പഠിപ്പിക്കുന്നത് എന്താണ്? എന്തെങ്കിലും സന്തോഷവും അതുപോലെ തന്നെ ജീവിതത്തിൽ വല്ല നന്മയും അവന് കിട്ടിയാൽ അവനെന്ത് ചെയ്യും? അള്ളാഹുവിനെ സ്തുതിക്കുകയും അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് അടുക്കുകയൊക്കെ ചെയ്യും. അതേ മനുഷ്യന് ജീവിതത്തിൽ പരീക്ഷണങ്ങളും പ്രയാസങ്ങളും തിന്മയും വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അവൻ അള്ളാഹുവിനെ വിട്ട് മറ്റു മാർഗങ്ങൾ സ്വീകരിക്കുമെന്നാണ്. ഇത് യഥാർത്ഥത്തിൽ മക്കയിലുണ്ടായിരുന്ന മദീനയിലുണ്ടായിരുന്ന മുനാഫിഖീങ്ങളെ സംബന്ധിച്ച് അവരുടെ ചെയ്തികളെക്കുറിച്ച് പരാമർശിക്കുന്ന ഖുർആനിലെ ആയത്തുകളാണ് എന്ന് എന്ത് ചെയ്തിട്ടുണ്ട്? ചില ഫസീറുകൾ രേഖപ്പെടുത്തിയത് കാണാൻ കഴിയും. മുദബ്ദബീന ബൈന ദാലിക ലാ ഇലാഹ ഉലാഇ വലാ ഇലാഹ ഉലാഇ. ഇത് നിഫാഖുള്ളവൻ്റെ അടയാളമായി പരിശുദ്ധ ഖുർആൻ പറഞ്ഞതാ. കപടവിശ്വാസിയുടെ അടയാളമാണത്, സ്വഭാവമാണത്. ഓനെന്ത് ചെയ്യും? ഈ നമ്മൾ പറയലുണ്ട്, കോഴി അയലുമ കയറിയ മാതിരി ഉറച്ചു നിൽക്കൂല. അങ്ങോട്ടാണെങ്കിൽ അങ്ങോട്ട്, ഇങ്ങോട്ടാണെങ്കിൽ ഇങ്ങോട്ട്. അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടില്ല, നിങ്ങൾ കണ്ടില്ലേ? അത് നിഫാഖുള്ളവൻ്റെ അടയാളമായിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലെ അബ്ദുല്ലാഹ് ഇബ്നു സുലൂൽ മുനാഫിക്കീങ്ങളുടെ നേതാവാണ്. അദ്ദേഹത്തെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ അനുയായികളെക്കുറിച്ചും ഖുർആനികമായ ആയത്തുകൾ ഒരുപാട് ഇറങ്ങിയിട്ടുണ്ട്. ആ വചനവുമായി ബന്ധപ്പെട്ട് ഒരു വചനമായിട്ടാണ് ഇതും എന്ത് ചെയ്തിട്ടുള്ളത്? നമുക്ക് വിശദീകരിച്ച് തന്നിട്ടുള്ളത് എന്ന് മുഫസ്സിറുകൾ രേഖപ്പെടുത്തിയത് കാണാൻ കഴിയും. കാരണം എന്താ? ഉറച്ചൊരു തീരുമാനത്തിൽ നിൽക്കൂല. സന്തോഷം ഉണ്ടാകുമ്പോൾ മാത്രം റബ്ബിലേക്ക് അടുക്കും. പരീക്ഷണങ്ങളും പ്രയാസങ്ങളും വന്നാൽ മറ്റു മാർഗങ്ങൾ സ്വീകരിക്കും. കണ്ടോ? അത് അവൻ്റെ ഈമാനിൻ്റെ ഇടയിലുള്ള ചാഞ്ചാട്ടമാണ് എന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ത് ചെയ്തിട്ടുണ്ട്? നമുക്ക് വിശദീകരിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് കൃത്യമായി അള്ളാഹുവിനെ ഏത് സന്ദർഭത്തിലും ഒരു വിശ്വാസി എന്ത് ചെയ്യണം? ആത്മാർത്ഥമായി പടച്ച റബ്ബിൽ വിശ്വസിച്ച് എന്ത് അള്ളാഹുവിൽ നിന്ന് കിട്ടിയാലും അതെൻ്റെ റബ്ബ് തന്നതാണ്, അതെനിക്ക് വന്നത് എൻ്റെ റബ്ബിൽ നിന്നാണ്. ആ റബ്ബിനോട് ദുആ ചെയ്താൽ, ആ റബ്ബിനോട് പ്രാർത്ഥിച്ചാൽ, അതിൻ്റെ മാർഗത്തിൽ ഞാൻ ക്ഷമ കൈകൊണ്ടാൽ എനിക്കത് റബ്ബ് പുറത്തു തരും എന്ന ചിന്ത നമുക്ക് ഉണ്ടാവേണ്ടത്. മനസ്സിലാണ്ടോ? അള്ളാഹിനെ വിട്ട് മറ്റു മാർഗങ്ങൾ സ്വീകരിച്ചാലോ അവിടെ അവൻ വിജയിച്ചു. കാരണം എന്താ? ശൈത്താൻ ഒരു മെമ്പർ കിട്ടുകയാണ്. കാരണം അള്ളാഹിൻ്റെ മാർഗം അവൻ എന്ത് ചെയ്തു? വിട്ടു. മനസ്സിലായണ്ടോ? അതുകൊണ്ട് കുഫറിലേക്ക് പോകുന്ന അവസ്ഥ ഉണ്ടാകാൻ പാടില്ല എന്നതാണ് ഈ ആയത്ത് നമ്മളെ പഠിപ്പിക്കുന്നത്. ഇനി നോക്ക് നിങ്ങൾ, ഇത് കഴിഞ്ഞിട്ട് അള്ള പറയണത് ഈ ആയത്തും കൂടെ ഒന്ന് കേട്ടോ. 9-ാമത്തെ ആയത്ത്, 12-ാമത്തെ ആയത്ത്. യദ്ഉ മിൻ ദൂനില്ലാഹി മാ ലാ യദുറുഹു വമാ ലാ യൻഫഉഹു ذلك هو الضلال البعيد. ഒന്നും കൂടെ കേട്ടോ. يدعو من دون الله ما لا يضره وما لا ينفعه ذلك هو الضلال البعيد. തജ്വീദ് നിയമങ്ങൾ യദ്ഉ മിൻ ദൂനില്ലാഹി നമ്മൾ പറഞ്ഞ നിയമം പഠിച്ചതാ. മാലാ യദുറുഹു വമാലാ യൻഫഉഹു അവിടെയൊക്കെ നമ്മൾ പറഞ്ഞ നിയമ ദാലിക ഹുവൽ ദലാലുൽ ബഈദ്. ബഈദ് അല്ലേ? അതെന്താ? അവിടെ ഒരു നിയമം ഉണ്ടല്ലോ, ദാല്. അതെന്തിൻ്റെ ദാല? ഹുറൂഫുൽ ഖൽഖലയുടെ അല്ലേ അക്ഷരമാണ്. ഹുറൂഫുൽ ഖൽഖല എന്ന് പറഞ്ഞാൽ കുതുബു ജദ് അല്ലേ? വിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ വഖഫ് ചെയ്യുമ്പോൾ അവസാനിക്കുന്ന പദങ്ങൾ ഖാഫ്, ത്വാ, ബാ, ജീം, ദാല് എന്നീ 5 അക്ഷരങ്ങളിലാണെങ്കിൽ ആ അക്ഷരങ്ങൾക്ക് എന്ത് വേണം? ഇൽഹാർ ചെയ്തുകൊണ്ട് വെളിവാക്കിയിട്ട് ഉച്ചരിക്കണം. അവിടെ ഹുവൽ ദലാലുൽ ബഈദ് എന്ന് പറഞ്ഞാൽ തെറ്റാണ്. പിന്നെ ബഈദ് എന്ന് തന്നെ പറയണം. ഖുതുബ് ജദ് ഈ 5 അക്ഷരങ്ങൾ അവസാനിക്കുന്ന ആയത്തുകളെ ഇൽഹാർ ചെയ്തുകൊണ്ട് എന്ത് ചെയ്യണം? വഖഫ് ചെയ്യുമ്പോൾ ഉച്ചരിക്കണം. അതിൽ പെട്ടാണ് ദാല്. ഓക്കെ, ഇനി എന്താ അള്ളാഹ് പറയുന്നത്?
അള്ളാഹുവിന് പുറമെ തനിക്ക് ഉപദ്രവം ചെയ്യാത്തതിനെയും ഉപകാരം ചെയ്യാത്തതിനെയും അവൻ വിളിക്കുന്നു അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്നു. അത് തന്നെയാണ് വിദൂരമായ വഴിപിഴവ്, ദ്വലാലത്ത്, ഏറ്റവും വലിയ വഴികേട്. എന്താണ് ഉപദ്രവം ചെയ്യാത്തതിനെയും ഉപകാരം ചെയ്യാത്തതിനെയും അവൻ വിളിക്കുന്നു. ഉപകാരമില്ല, ഉപദ്രവമില്ല. അങ്ങനത്തെ ആളുകളെ അള്ളാഹുവിനെ വിട്ടിട്ട് അവരെന്ത് ചെയ്യുന്നു? വിളിക്കുന്നു. ആര്? നേരത്തെ പറഞ്ഞ ആയത്തിൽ വിശദീകരിച്ചില്ല, 10-ാമത്തെ ആയത്തിൽ വിശദീകരിച്ച കാര്യമാണ് പറയുന്നത്. അല്ല, 11-ാമത്തെ ആയത്തിൽ ചില സന്ദർഭങ്ങളിൽ എന്ത് ചെയ്യും? അവർ അള്ളാഹിനെ വിളിച്ച് പ്രാർത്ഥിക്കും. അവൻക്ക് എന്തെങ്കിലും പ്രയാസം വന്നു കഴിഞ്ഞാൽ ഒരു ഉപകാരം അല്ലെങ്കിൽ ഉപദ്രവം ഒന്നും ചെയ്യാത്ത വസ്തുക്കളിലേക്കും അവൻ എന്ത് ചെയ്യുന്നു? അഭയം തേടുന്നു. കാരണം നോക്ക് നിങ്ങൾ, യദുഉ അവൻ വിളിക്കുന്നു അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്നു. ദഅ യദുഉ, ദഅ എന്നാണ് മാളി, യദുഉ എന്നുള്ളത് മുലാരിയാണ്. മിൻ ദൂനില്ലാഹി അള്ളാഹുവിന് പുറമെ, അള്ളാഹുവിനെ കൂടാതെ, മാലാ യദുറുഹു അവന് ഉപദ്രവം ചെയ്യാത്തതിനെ, ഒരു ഉപദ്രവം അവനില്ല. വമാലാ യദുറുഹു, മാലാ യദുറുഹു അതുപോലെ അവന് ഉപദ്രവം ചെയ്യാത്തതിനെയും, വമാലാ യൻഫഉഹു അവനൊരു നഫഅ യൻഫ എന്ന് പറഞ്ഞാൽ ഉപകാരം ചെയ്യാം, ലറ യദുറു എന്ന് പറഞ്ഞാൽ ഉപദ്രവം ചെയ്യാം. വമാലാ യൻഫഉഹു അവൻ ഉപകാരം ചെയ്യാത്തതിനെയും അതുപോലെ തന്നെ ഉപദ്രവം ചെയ്യാത്തതിനെയും എന്തിനാ വിളിച്ച് പ്രാർത്ഥിക്കുന്നത്? ദാലിക ഹുവ, തീർച്ചയായിട്ടും ദാലിക അത്, ഹുവ അത് എന്താണ്? അവനാണ്, ഹുവ അവനാണ്, അദ്ദലാൽ വഴിപിയച്ചവൻ. ദ്വലാലത്ത്, ഫകുല്ല ബിദഅത്തിൻ ളലാല വകുല്ല ളലാലത്തിൻ ഫിന്നാർ. അല്ലേ? എന്നും കേൾക്കല്ലേ നമ്മൾ ഖുത്ബകളിലും പ്രസംഗങ്ങളിലും ഒക്കെ എല്ലാവരും പറയുന്ന കാര്യമാണ് ദ്വലാലത്ത്. ഹുവ അവനാണ്, അദ്ദലാൽ ഏറ്റവും വഴിപിഴച്ചവൻ, അൽ ബഈദ് വിദൂരത്തായിട്ടുള്ള, ബഈദ് എന്ന് പറഞ്ഞാൽ അകലെയുള്ള എന്ന് പറഞ്ഞാൽ ഓൻ അങ്ങേ അറ്റം വഴിപിഴച്ചു പോയിക്കണെന്ന് അർത്ഥം. മനസ്സിലായിട്ടോ? അതാണ് എൻ്റെ മലയാളം. അങ്ങേയറ്റം അവൻ എന്ത് ചെയ്തിട്ടുണ്ട്? വഴിപിഴച്ചു പോയിട്ടുണ്ട്, വിദൂരത്തായിട്ടുണ്ട്. അല്ലേ? ഇബ്രാഹിം നബി വാപ്പാനോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, എൻ്റെ പ്രിയപ്പെട്ട ഉപ്പ, യാ അബത്തി എൻ്റെ പ്രിയപ്പെട്ട ഉപ്പ, ലിമ തഅബുദു മാ ലാ യസ്മഉ വലാ യുബ്സിറു വലാ യുഗ്നിഹി അൻക ശൈആ. ഇബ്രാഹിം നബി വാപ്പാനോട് ചോദിച്ചാണത്. എന്താ? എൻ്റെ പ്രിയപ്പെട്ട ഉപ്പ, എന്തിനാണ് നിങ്ങൾ ഈ കാണാത്ത കേൾക്കാത്ത ഒരു ഉപകാരവും ഉപദ്രവവും ചെയ്യാത്ത ഈ ബിംബങ്ങളെ വിളിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നത് എന്തിനാണ്? അതാണ് മാലാ യൻഫഉ വലാ യദുറു, ഒരു ഉപകാരമില്ല, ഒരു ഉപദ്രവം ചെയ്യൂല, എന്നിട്ട് ഓലെ വിളിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. യദുഉ മിൻ ദൂനില്ലാഹി അള്ളാഹുവിന് പുറമേ വിളിച്ച് പ്രാർത്ഥിക്കുക. അല്ലേ? ഒരു ഉപകാരം ഓലെടുത്ത് കിട്ടൂല, എന്നാ ഓലൊരു ഉപദ്രവം ചെയ്യോ? അതുമില്ല. പിന്നെ എന്തിനാ വിളിക്കണേ? നല്ല ചോദിക്കാണ്. അങ്ങനെ വിളിക്കുന്നവരെന്താണ്? ദാലിക ഹുവ തീർച്ചയായിട്ടും അവൻ എന്താണ്? അദ്ദലാലുൽ ബഈദ് വിദൂരമായ വഴികേടിലാണ്, വഴിപിഴച്ചു പോയവനാണ് എന്നാണ് അള്ളാഹു ഓർമ്മപ്പെടുത്തുന്നത്. മനസ്സിലായോ? അപ്പോൾ ആ വഴികേടിലേക്ക് നമ്മൾ പോകരുത്. കാരണം എന്താ നമ്മൾ വിളിച്ച് പ്രാർത്ഥിക്കുന്നവൻ എന്തിനാ നമ്മൾ വിളിച്ച് പ്രാർത്ഥിക്കണേ? എന്തിനാ ഇപ്പം നമ്മൾ പറയുന്നത്? ഇപ്പം എനിക്കൊരു 500 രൂപ ആവശ്യമുണ്ട്, ഞാനൊരു മരത്തിനോട്, ഈ ചുമരിനോട് 500 രൂപ തരണമെന്ന് പറഞ്ഞാൽ എനിക്ക് ചുമര് തരുമോ? ചുമര് കേൾക്കുമോ? നിങ്ങൾ പറയും, ഇല്ല, എനിക്ക് 500 രൂപ ആവശ്യമുണ്ടെങ്കിൽ ആരോടാ ചോദിക്കേണ്ടേ? ഭൗതികമായി നമുക്ക് ഇവിടെ ചോദിക്കല്ലേ. അള്ളാഹിനെ സംബന്ധിച്ചിടത്തോളം കോടാനുകോടി മനുഷ്യർ, ലോകത്തുള്ള സർവ്വ മനുഷ്യരും ചോദിക്കുകയാണ്. ഒന്നല്ല, ഓരോ വ്യത്യസ്തമായ ആവശ്യങ്ങൾ. ഇത് കൊടുക്കാൻ കഴിയുന്നത് ഏതെങ്കിലും തങ്ങന്മാർക്കോ ഔലിയാക്കന്മാർക്കോ അല്ലെങ്കിൽ ബീവിമാർക്കോ മറ്റേതെങ്കിലും മടവൂരുമാർക്കോ ഒന്നും കഴിയില്ല. ഓൽക്ക് ഭാഷ തന്നെ അറിയില്ല. എന്നിട്ടല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കി, എന്ത് പൊട്ട പോയത്തരാ നമ്മൾ ആൾക്കാർ പറഞ്ഞുകൊണ്ടിരിക്കണ്. അല്ലേ? ചിന്തിക്കുമ്പോൾ തന്നെ നമുക്ക് ഒരു പിടുത്തം കിട്ടൂല. അതുകൊണ്ട് എല്ലാം ചോദിക്കുമ്പോൾ തരാൻ കഴിവുള്ളവനായ അള്ളാഹുവിനോട് മാത്രം ചോദിക്കുക. എന്ത് സഹായം തരാൻ കഴിവുള്ളവനായ റബ്ബിനോട് മാത്രം സഹായം തേടുക. അല്ലേ? ആര് ചോദിച്ചാലും, ഏത് ഭാഷയിൽ ചോദിച്ചാലും, എങ്ങനെ ചോദിച്ചാലും
കൊടുക്കാൻ കഴിവുള്ളവൻ ആര് മാത്രമേ ഉള്ളൂ? റബ്ബ് മാത്രമേ ഉള്ളൂ. വഇദാ സഅലക ഇബാദി അന്നീ ഫഇന്നീ ഖരീബ് ഉജീബു ദഅവത ദാഇ ഇദാ ദഅാനി ഫലസ്തജീബു ലി വലിയുഅ്മിനൂ ബി ലഅല്ലഹും യർഷുദൂൻ. കണ്ടോ? വഇദാ സഅലക ഇബാദി അന്നീ ഫഇന്നീ ഖരീബ്. എൻ്റെ അടിമകൾ നബിയെ നിന്നോട് ചോദിക്കുകയാണ്. എന്തിനെ കുറിച്ച്? എന്നെക്കുറിച്ച് ചോദിച്ചാൽ, അള്ളാഹിനെ കുറിച്ച് ചോദിച്ചാൽ പറയണം ഫഇന്നീ ഖരീബ്, ഞാൻ അവരുമായി ഏറ്റവും അടുത്തവനാകുന്നു. അള്ളാഹ് ഏറ്റവും അടുത്ത ആളാണ് നമ്മളെ. എന്നിട്ട് നമ്മളെന്ത് ചെയ്യുന്നു? അതിൻ്റെ അടിയിൽ കൊണ്ടുപോയിട്ട് ഒരാളാണ് ഫിറ്റാക്കുകയാണ്. എന്തിന്? അള്ളാഹുവിലേക്ക് അടുക്കാൻ വേണ്ടിയിട്ട്. ഏയ് എന്തൊരു ദുര്യോഗം! അള്ളാഹ് പറയാണ്, അവിശ്വാസികളായ ആളുകൾ മക്കയിലുണ്ടായിരുന്ന മുശ്രിക്കീങ്ങൾ ഇതേപോലെയായിരുന്നു നാം. ഏത്? ഓല് പടച്ചോനോട് നേരിട്ട് ചോദിച്ചാൽ ചിലപ്പോൾ നമുക്ക് നേടിയെടുക്കാൻ കഴിയില്ല. അതിന് പകരം ചെയ്യണം, നമ്മൾ ഇന്നിന്ന ആൾക്കാരോടൊക്കെ പറയണം. എന്തിനാ? ഫയുഖർരിബൂനഹാ ഇലല്ലാഹി സുൽഫാ, അള്ളാഹുവിലേക്ക് അവർ മുഖേന ഞങ്ങളെ അടുപ്പിക്കാൻ. ഏത്? അള്ളാഹിനോട് നമ്മളൊന്ന് നേരിട്ട് ചോദിക്കാൻ പറ്റൂല. പിന്നെന്ത് ചെയ്യണം? നമ്മൾ അള്ളാഹുവിലേക്ക് സാമീപ്യമുള്ള ചില ആൾക്കാരുണ്ട്, ഓലോട് പറയണം. എന്നിട്ട് ഓലും നമുക്ക് വേണ്ടി വാദിക്കണം. ഇത് അള്ളാഹ് പറഞ്ഞോ? അള്ളാഹ് എന്താ പറഞ്ഞേ? വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നീ ഖരീബ്, നിങ്ങൾ എന്നോട് വിളിച്ച് പ്രാർത്ഥിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യണം? ഞാൻ നിങ്ങളുമായിട്ട് ഏറ്റവും അടുത്തവനാണ്. അതുകൊണ്ട് ഇടയിൽ ഒരാളെയും വേണ്ട. അള്ളാഹ് ഏറ്റവും അടുത്തവനാ, പിന്നെന്തിനാ വേറെ? അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ് ഉജീബു ദഅവത ദാഇ ഇദാ ദഅാനി ഫലസ്തജീബു ലി, ആരാണോ എന്നോട് വിളിച്ച് പ്രാർത്ഥിക്കുന്നത് അവരുടെ വിളിക്ക് ഞാൻ ഉത്തരം നൽകുന്നു. അതാണ് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞത്. യൻസിലു റബ്ബുനാ തബാറക വ തആല ഇല സമാഇ ദുനിയ ഹീന യബ്ഖാ സുലുസുൽ ലൈൽ. എന്താ പറഞ്ഞേ? അള്ളാഹു 7-ാം ആകാശത്ത് നിന്ന് 1-ാം ആകാശത്തേക്ക് ഇറങ്ങി വരും. എന്നിട്ട് അള്ളാഹ് ചോദിക്കും, ആരുണ്ടെന്നോട് പ്രാർത്ഥിക്കാൻ? അവരുടെ പ്രാർത്ഥനയ്ക്ക് ഞാൻ ഉത്തരം നൽകാം. ആരുണ്ടെന്നോട് സങ്കടങ്ങൾ പറയാൻ? അവരുടെ പ്രയാസങ്ങൾ ഞാൻ നീക്കിക്കൊടുക്കുമെന്ന് അള്ളാഹ് പറയുന്ന. ചോദിക്കാൻ ആൾക്കാർ കുറവേ കരന്നേ ഉള്ളൂ. കാരണം എന്താ? നമ്മളൊക്കെ ഭയങ്കരമായ ഉറക്കത്തിലാണ് എന്ന് മാത്രം. രാത്രിയുടെ അന്ത്യയാമങ്ങൾ എന്ന് പറഞ്ഞാൽ പരിശുദ്ധ റമളാനൊക്കെ ചിലപ്പം സജീവീകരണം, എന്നാലും നമ്മൾ അന്ന് അത്താഴം കഴിക്കാനുള്ള തിരക്കിലേക്കാരോ. ചോദിക്കാൻ അപ്പോഴും നമ്മൾ എന്ത് ചെയ്യും? നിങ്ങളല്ല കേട്ടോ, നിങ്ങളല്ലേ ഞാൻ പറയുന്നത്. മറിച്ച് പൊതുവെ മനുഷ്യരെങ്ങനെയാണ്. അള്ളാഹിന്റെ റസൂൽ പറഞ്ഞില്ലേ, നോമ്പെടുക്കുന്ന സമയത്തൊക്കെ പെട്ടെന്ന് അള്ളാഹു പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്ന സമയമാണെന്നാ. നമ്മുടെ നാട്ടിലൊക്കെ പള്ളിക്കലൊക്കെ നോമ്പെടുക്കുന്ന സമയം നോക്കിയാൽ നിങ്ങൾ അങ്ങോട്ട് എടുക്കുക, പ്ലേറ്റ് എടുക്കുക, അവിടെ കൊടുക്കുന്ന പറഞ്ഞിട്ട് ആകെ അങ്ങോട്ട് വർത്താനം പറഞ്ഞിട്ട് ജഗഭോഗീകാരം. പടച്ചോനോട് ദുആ ചെയ്യുന്നവർ വളരെ പരിമിതമായിരിക്കും. പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമയമാണ് രാത്രിയുടെ അന്ത്യയാമങ്ങൾ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. 2 ആൾക്കാർ ചോദിച്ചാൽ മാത്രമേ അള്ളാഹ് അന്ന് കൊടുക്കാത്തുള്ളൂ. ബാക്കി ഏത് മനുഷ്യർ ചോദിച്ചാലും അള്ളാഹു എന്ത് ചെയ്യും? കൊടുക്കുമെന്നാണ്. ആ 2 ആളുകളിൽപ്പെട്ട ഒരാളാരാ? അനർഹമായി മറ്റുള്ളവൻ്റെ സമ്പാദ്യം കൈക്കലാക്കിയവൻ. 2-മത്തെ വേശ്യാപ്രവർത്തനം ചെയ്തവർ. ഈ 2 ആളുകളുടെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കൂല എന്ന്, ആ സമയത്ത് സ്വീകരിക്കൂല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് പടച്ച റബ്ബിനെ ഏത് സന്ദർഭത്തിലും ഏത് സമയത്തും നമ്മളോട് വിളിച്ച് പ്രാർത്ഥിക്കാൻ ഖുർആൻ തന്നെ പറയുന്നുണ്ട്. ഇനി നമ്മളേറ്റ പറയുന്നില്ല അള്ളാഹിനോട്, അല്ലേ? നമ്മൾ പറയുന്നുണ്ട്, പക്ഷെ അത് സെക്കൻഡുകൾ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? തെറ്റിച്ചു കളയുന്നുണ്ട്. എന്താ നമ്മൾ പറയുന്നത്? ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. എന്താ അതിൻ്റെ അർത്ഥം? ഇയ്യാക നഅ്ബുദു, പടച്ച റബ്ബേ നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു. വ ഇയ്യാക നസ്തഈൻ, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു. എന്നിട്ട് ബദരീങ്ങളെ കാക്കണേ. മഗ്‌രിബ് നിസ്കാരത്തിൽ ഇത് പറയും. ഫാത്തിഹ ഓതുമ്പോൾ സലാം വീട്ടിൽ കഴിഞ്ഞാൽ പിന്നെ ബദരീങ്ങളെയാണ് വിളിക്കണേ. ആ പറഞ്ഞ നേരെ എതിര് ചെയ്യുന്നു. അപ്പോൾ ഇവിടെയും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, അള്ളാഹ്ക്ക് പുറമെ നമുക്ക് ഉപകാരമോ ഉപദ്രവമോ ഇല്ലാത്ത ഒരാളെ വിളിച്ചുകൊണ്ട് തേടിയിട്ട് ഒരു കാര്യമില്ല. അള്ളാഹ് അത് കേൾക്കൂല എന്ന് മാത്രമല്ല, അവൻ വഴിവേച്ച് പോയവനാണെന്നാ, വിദൂരത്താണെന്നാ
സ്വർഗത്തിലേക്ക് അവൻ പ്രവേശിക്കുകയേയില്ല എന്നാ അല്ലേ? ഹറമല്ലാഹു അലൈഹിൽ ജന്ന, അവന്റെ മേൽ സ്വർഗം നിഷിദ്ധമാണെന്നാണ് അള്ളാന്റെ ഖുർആൻ പറഞ്ഞത്. കാലാകാല ഖാലിദീന ഫീഹ എന്നാണ്, നരകത്തിൽ നിത്യവാസിയായിരിക്കുമെന്നാണ്. ഒരു മോചനം ഉണ്ടാവില്ല. ശിർക്ക് ചെയ്തിട്ടാണ് മരിക്കുന്നതെങ്കിൽ, അള്ളാഹുവിൽ പങ്കു ചേർത്തിട്ടാണ് മരിക്കുന്നതെങ്കിൽ ഒരു മോചനവും കിട്ടൂല ആ നരകത്തിന്ന്. കാലാകാലവും നരകത്തിലായിരിക്കുന്ന. മനസ്സിലായുണ്ടോ? അതുകൊണ്ട് കൃത്യമായി ആത്മാർത്ഥമായി നമ്മൾ എന്ത് ചെയ്യുക? ഈ വിഷയം, ആദർശത്തിന്റെ വിഷയത്തിൽ, തൗഹീദിന്റെ വിഷയത്തിൽ, ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ വിഷയത്തിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യരുത്. ഈമാനോടുകൂടി മരിക്കാനുള്ള തൗഫീക്കും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് ഉച്ചരിച്ചുകൊണ്ട് മരിക്കാനുള്ള തൗഫീക്കും റബ്ബ് നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. മനസ്സിലായോ? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പോലും പ്രാർത്ഥിച്ചതെന്താ? അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്. അത് റസൂലുള്ളാഹിന്റെ ധാരാളമായ പ്രാർത്ഥനകളിൽപ്പെട്ടൊരു പ്രാർത്ഥനയും കൂടെയായിരുന്നു എന്നാ. നബിതങ്ങൾ പോലും അങ്ങനെ പ്രാർത്ഥിച്ചിട്ടുണ്ട്. പടച്ചോനെ, നിന്റെ ദീനിൽ നീ ഉറപ്പിച്ച് നിർത്തണേ. ഇന്നത്തെ സോഷ്യൽ മീഡിയകളൊക്കെ ഉപയോഗിക്കുന്നവർക്കറിയാം, ഒരുപാട് മുസ്ലിം നാമധാരികൾ ഇസ്ലാമിനെയും ഇസ്ലാമിക വിശ്വാസങ്ങളെയും പ്രവാചകനെയും അള്ളാഹുവിനെയും ഒക്കെ സമൂഹത്തിൻ്റെ മുന്നിൽ ചിത്രീകരിക്കുന്ന ആ കാര്യങ്ങൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർക്കൊക്കെ കാണാൻ കഴിയും. അതൊക്കെ പടച്ച റബ്ബ് ഹിദായത്ത് കൊടുത്തിട്ട് പോലും അതിൽ ഉറച്ചു നിൽക്കാൻ കഴിയാതെ തെറ്റിപ്പോയ ആളുകളാണ്. നമ്മളും പോകാതിരിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? റബ്ബിനോട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കണം. അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ്, ഹൃദയം മാറ്റിമറിക്കുന്ന അല്ലാഹുവേ, സബ്ബിത് ഖൽബി അലാ ദീനിക്, നിന്റെ ദീനിന്റെ മേൽ എൻ്റെ ഹൃദയത്തെ നീ ഉറപ്പിച്ചു നിർത്തണേ നാഥ എന്ന് പ്രാർത്ഥിക്കാൻ നമുക്ക് കഴിയണം. പ്രാർത്ഥിക്കണം സദാസമയവും. കാരണം സെക്കൻഡ് മതി നേടിയെടുത്ത ഈമാന് നഷ്ടപ്പെടുത്താൻ. ഒരു മനുഷ്യൻ മരിക്കുന്നതിൻ്റെ തൊട്ട് മുമ്പ് വരെ ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് അനുയോജ്യമായ എല്ലാ പ്രവർത്തനങ്ങളും ചെയ്തു. ആ മരിക്കുന്ന സന്ദർഭത്തിലാണ്, ഒരു സെക്കൻഡ് നേരത്തേക്കാണ് അവൻ ആ വിശ്വാസത്തിൽ നിന്ന് പിന്മാറിയതെങ്കിൽ പോലും അവൻ നരകത്തിലാണെന്ന അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത്. മനസ്സിലാണ്ടോ? അപ്പം അതിൻ്റെ ഗൗരവം എത്രമാത്രം ഉണ്ട് എന്ന് ആലോചിച്ച് നോക്ക്. അപ്പം ഇൻഷാ അല്ലാഹ് കൃത്യമായിട്ട് അള്ളാഹുവിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന വിഷയത്തിൽ ഒരുപാട് ഇനിയും ധാരാളമായി വേണമെങ്കിൽ വിശദീകരിക്കാനുണ്ട്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. കാര്യങ്ങൾ നിങ്ങൾക്കൊക്കെ ബോധ്യപ്പെട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ ആ അർത്ഥത്തിൽ ഏത് പ്രയാസങ്ങൾ വന്നാലും അതുപോലെ തന്നെ പരീക്ഷണങ്ങൾ ഉണ്ടായാലും പടച്ച റബ്ബിൽ തവക്കുലേൽപ്പിച്ച് റബ്ബിനോട് ചോദിച്ചാൽ അള്ളാഹു നമുക്ക് ഉത്തരം നൽകും എന്നുള്ളത് തീർച്ചയാണ്. അതൊരു പക്ഷേ ഉടനെ നൽകും, ചിലപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് നൽകും, ചിലപ്പോൾ നാളെ പരലോകത്ത് നിന്നായിരിക്കും അള്ളാഹു തരിക. ഏത് കാര്യത്തിലാണെങ്കിലും നമുക്ക് എന്തു വേണം? റജാ വേണം, പ്രതീക്ഷ വേണം. പടച്ച റബ്ബ് എൻ്റെ ഈ പ്രാർത്ഥന കേട്ട് എനിക്ക് ഉത്തരം നൽകും എന്ന ഒരു പ്രതീക്ഷ നമുക്ക് പ്രാർത്ഥിക്കുമ്പോൾ ഉണ്ടാവണം. അതുപോലെ തന്നെ അള്ളാഹുവിനെ പുകഴ്ത്തിക്കൊണ്ടും പടച്ച റബ്ബിനോട് കാരുണ്യത്തെ ചോദിച്ചുകൊണ്ടുമൊക്കെ പ്രാർത്ഥനകൾ നടത്തിയാൽ അത് റബ്ബ് സ്വീകരിക്കുമെന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അതുകൊണ്ട് കൃത്യമായി പഠിക്കുക, ജീവിതത്തിൽ പകർത്തുക. ഈ രണ്ടായത്തുകളിൽ നിന്ന് ഒരുപാട് പാഠങ്ങൾ വിശ്വാസികൾ എന്ന നിലക്ക് നമുക്കൊക്കെ പഠിക്കാനുണ്ട്. കാര്യങ്ങൾ ഗ്രഹിച്ച് ജീവിതത്തിൽ പ്രാവർത്തികമാക്കി അത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക. പടച്ച റബ്ബ് നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ. ജീവിതത്തിൽ വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും അള്ളാഹു പുറത്തു മാപ്പാക്കി തരുമാറാവട്ടെ. ഒരു വിഭാഗത്തെ സ്വർഗത്തിലേക്കും മറുവിഭാഗത്തെ നരകത്തിലേക്കും പ്രവേശിപ്പിക്കുമ്പോൾ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന മുത്തഖീങ്ങളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന പ്രയാസപ്പെടുന്ന ആളുകളുടെ രോഗം അള്ളാഹു ശിഫയാക്കി കൊടുക്കുമാറാവട്ടെ. മാരക രോഗങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മെ നമ്മുടെ കുടുംബത്തെയും കാത്ത് രക്ഷിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിറിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഹു മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. اللهم اجرنا من النار ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك وآخر دعوانا الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.